പലപ്പോഴും ശ്രദ്ധിക്കാതെ പോകുന്ന പ്രശ്നങ്ങളാണ് ആധുനിക സമൂഹത്തിൽ കുട്ടികളും മുതിർന്നവരും നേരിടുന്നത്. പലപ്പോഴും നമ്മുടെ കൺമുന്നിൽ ഉണ്ടായിട്ടും നമ്മൾ സാധാരണമാണ് എന്ന് കരുതി തള്ളിക്കളയുന്ന പല കാര്യങ്ങളുമാണ് പിൽക്കാലത്ത് വലിയ മാനസിക സാമൂഹിക പ്രശ്നങ്ങളായി മാറുന്നത്. സങ്കീർണമായ ഈ വെല്ലുവിളികളെ കുറിച്ച് മുല്ലശ്ശേരി BRCയിലെ കുട്ടി ഗവേഷകർ നടത്തിയ പഠനം പ്രസക്തമായ ചില കണ്ടെത്തലുകൾ മുന്നോട്ട് വെക്കുന്നു. GHSS ഇടവള്ളി, CKC GHS പാവറട്ടി, സെന്റ് സെബാസ്റ്റ്യൻ HS ചിറ്റാറ്റുകര, GHSS മുല്ലശ്ശേരി എന്നീ വിദ്യാലയങ്ങളിലെ 32ഓളം കുട്ടി ഗവേഷകരാണ് ഈ പഠനത്തിന് പിന്നിൽ പ്രവർത്തിച്ചത്. ഗവേഷണത്തെക്കുറിച്ച് കൂടുതൽ വിശദീകരിക്കാനായി നമ്മുടെ മുന്നിലേക്ക് എത്തുകയാണ് ഈ കുട്ടി ഗവേഷക സംഘത്തിൽ നിന്നും നോബിൻ ഫ്രിജോ, ശ്രീലക്ഷ്മി. സഹൃദയ സദസ്സിനെ വന്ദനം. ഞങ്ങളുടെ വിഷയം കുട്ടികളുടെയും പ്രായമായവരുടെയും പ്രശ്നങ്ങൾ എന്നതാണ്. എങ്കിലും ജില്ലാതല അവലോകനത്തിൽ ലഭിച്ച നിർദ്ദേശങ്ങൾ പ്രകാരം അവയെ കൺസൈസ് ആക്കി കുട്ടികളിലെ മൊബൈൽ ഉപയോഗം എന്ന വിഷയത്തിലേക്ക് ഞങ്ങൾ ചുരുക്കുകയാണ്. ശ്രീലക്ഷ്മി, നീ ഉപയോഗിക്കുന്ന മൊബൈൽ ഫോൺ നല്ലതാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അതെ, മൊബൈൽ എന്തുകൊണ്ടും നല്ലതാണ്. എനിക്ക് ഓൺലൈൻ ട്യൂഷനുണ്ട്. ഇപ്പോൾ തന്നെ കേരളത്തിൽ മൊബൈൽ ഉപയോഗിക്കാൻ അറിയാവുന്ന വിദ്യാർത്ഥികളിൽ 57% പേരും പഠിക്കുന്നത് ഓൺലൈൻ ട്യൂഷൻ വഴിയാണല്ലോ. അതിനാൽ തന്നെ മൊബൈൽ ഇതിനൊക്കെ അത്യാവശ്യം തന്നെയാണ്. ശരി തന്നെയാണ്. അതോടൊപ്പം ഒരു കണക്ക് കൂടി നാം കൂട്ടി വായിക്കേണ്ടതുണ്ട്. കേരളത്തിൽ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരിൽ ഏകദേശം 76% ആളുകൾ ഉപയോഗിക്കുന്നുണ്ട് എന്ന് കണക്കുകൾ പറയുന്നു. കേരളത്തിൽ 98.1% ആളുകൾക്കും ഇത്തരത്തിൽ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നതിനെ അറിയാം എന്നുകൂടി മനോരമ ന്യൂസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവർ പഠനത്തിന് മാത്രമല്ല മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നത്. നീയും അങ്ങനെ തന്നെയല്ലല്ലോ? അതിപ്പോ എല്ലാവർക്കും ഏതു നേരവും പഠിച്ചോണ്ടിരിക്കാൻ പറ്റുമോ? ഏതു നേരവും പഠിക്കണ്ട. പക്ഷേ പഠിക്കാത്ത നേരങ്ങളിൽ വെറുതെ മൊബൈലിൽ നോക്കി കുത്തി തോണ്ടിയിരിക്കുന്നതിന് പകരം വല്ല പുസ്തകങ്ങളോ മറ്റോ നിങ്ങൾക്ക് വായിച്ചുകൂടെ? നാഷണൽ ബുക്ക് ട്രസ്റ്റ് പറയുന്നത് പ്രകാരം 50%-ലധികം വിദ്യാർത്ഥികളും ഇത്തരത്തിൽ പുസ്തകം, വായന എന്നിവയേക്കാൾ സാമൂഹിക മാധ്യമങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നു എന്ന് വ്യക്തമാക്കപ്പെട്ടിട്ടുണ്ട്. പുസ്തകങ്ങൾ വായിക്കുന്നതൊന്നും എളുപ്പമല്ല, പിന്നെ എനിക്ക് പറ്റിയ പരിപാടിയുമല്ല. പറയുന്നത് കേൾക്കൂ. എത്ര നന്നായി എത്രയധികം നോവലുകൾ വായിച്ചിരുന്ന കുട്ടിയാണിവൾ. ഇപ്പോൾ ഒന്നിനോടും ഒരു താല്പര്യവും തോന്നുന്നില്ല. അതെല്ലാം മൊബൈൽ ഫോൺ എന്ന ചെകുത്താന്റെ കരങ്ങൾ തന്നെയാണ്. ഓ, അങ്ങനെയൊന്നും അല്ല. നീ പറയും പോലെയല്ലേ കാര്യങ്ങൾ? അതെ, എന്തിനാ വെറുതെ ചൂടാകുന്നേ? ഈ ഷോർട്ട് ടെമ്പറിങ്, ക്ഷമയില്ലാത്ത അവസ്ഥ, ഇവയൊക്കെ മൊബൈൽ ഫോണിന്റെ അനന്തരഫലങ്ങൾ തന്നെയാണ്. കണക്കുകൾ പറയുന്നത് പ്രകാരം ഏകദേശം 48.6% കുട്ടികൾക്കും ഇത്തരത്തിൽ ദേശീയ പ്രകടനം ഉണ്ടാകും. അതിൽ 50% ആളുകൾ തെറി തുടങ്ങിയ സംഭവങ്ങളുടെ വാക്കുകളിലൂടെ അവ പ്രാവർത്തികമാക്കും. ഞങ്ങളുടെ പഠനങ്ങൾ പോലും അങ്ങനെ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. ഓ, അങ്ങനെയാണല്ലേ? അപ്പോൾ സിനിമകൾ കാണാനും ഗെയിമുകൾ കളിക്കാനും പാട്ടുകൾ കേൾക്കാനുമെല്ലാം മൊബൈൽ വലിയൊരു സൗകര്യമാണല്ലോ. ഇത്തരം വിനോദങ്ങൾ മാനസിക സമ്മർദ്ദങ്ങൾ കുറയ്ക്കാറുണ്ടെന്ന് പറയാറുമുണ്ടല്ലോ. ഓ, അത് ശരി തന്നെ. അതോടൊപ്പം തന്നെ ഞങ്ങളുടെ പഠനങ്ങൾ പറയുന്നത് പ്രകാരം ഏകദേശം 29% ആളുകൾ 3 മണിക്കൂറിൽ കൂടുതൽ മൊബൈൽ ഉപയോഗിക്കുന്നു എന്ന് വ്യക്തമാക്കപ്പെട്ടിട്ടുണ്ട്. ഇന്ത്യൻ പീഡിയാട്രിക് ഡിപ്പാർട്ട്മെന്റ് പറയുന്നത് പ്രകാരവും 15% ആളുകളിൽ ഇത്തരത്തിൽ ഗെയിമിംഗ് അഡിക്ഷൻ നിലവിലുണ്ട്. 40 മുതൽ 60% വരെയുള്ള ആളുകളിൽ മൊബൈൽ ഫോണിന്റെ അഡിക്ഷൻ അതും പ്രാവർത്തികമാണ്. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ കേട്ടിട്ടുള്ളവരുണ്ടോ? വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഉണ്ട്. അവർ പുറത്തുവിട്ട റിപ്പോർട്ടുകൾ പ്രകാരവും അവർ പറയുന്നത് 13-നും 18 വയസ്സിനും ഇടയിൽ, അതായത് നമ്മുടെ പ്രായത്തിലുള്ളവരിൽ മരണകാരണങ്ങളിൽ 4ാമത് നിൽക്കുന്നത് ഇത്തരത്തിലുള്ള ആത്മഹത്യ ആണ്. അതോടൊപ്പം തന്നെ JAMA, ജേണൽ ഓഫ് അമേരിക്കൻ മെഡിക്കൽ അസോസിയേഷൻ പറഞ്ഞു വയ്ക്കുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഇത്തരത്തിൽ ഈ വയസ്സിനിടയിലുള്ളവരുടെ ആത്മഹത്യ 2% മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നവരിൽ കൂടും എന്നുകൂടി വ്യക്തമാക്കപ്പെടുന്നു. ഇതിപ്പോ മാനസിക സമ്മർദ്ദം കുറയുകയാണോ അത് കൂടുകയാണോ ചെയ്യുന്നത്? അങ്ങനെയൊക്കെ അല്ല, ഞാൻ ചോദിക്കട്ടെ. അറിവുകൾ വിരൽത്തുമ്പിലാവാൻ സഹായിക്കുന്ന AI-കളും സെർച്ച് എഞ്ചിനുകളും എല്ലാം ഉള്ളത് ഈ മൊബൈലിൽ തന്നെയാണ്. അധ്യാപകരുടെ സഹായമില്ലാത്ത സമയങ്ങളിൽ സംശയങ്ങൾ ദൂരീകരിക്കാനും ഭാഷാ പഠനത്തിനും പഠന ആവശ്യങ്ങൾക്കും വിവരശേഖരണത്തിനുമെല്ലാമായി നാം എല്ലാം AI ഉപയോഗിക്കുന്നതല്ലേ. ഇത്രയും നല്ല കാര്യങ്ങൾ മൊബൈലിൽ ഉണ്ടായിട്ടും നിനക്ക് ഈ കുറ്റങ്ങൾ മാത്രമേ പറയാനുള്ളൂ. ഓ, അത് ശരി തന്നെയാണ്. പല കാര്യങ്ങൾക്കും നാം AI ഉപയോഗിക്കുന്നുണ്ട്. അതെല്ലാം ഒരു പരിധിവരെ നല്ലത് തന്നെയാണ്. ഏകദേശം 40 മുതൽ 70% വരെയുള്ള കുട്ടികൾ ഇത്തരത്തിൽ AI, ChatGPT തുടങ്ങിയ പല മേഖലകളെ ആശ്രയിക്കുന്നു.
ഇതിവർ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ചെയ്യുന്നു എന്ന് പറയുന്നു. ഇവർ എന്തിനാണ് ഇത്രയധികമായി അതിനെ ആശ്രയിക്കുന്നത്? സംശയമൊന്നുമില്ല, ഹോംവർക്കുകൾ മറ്റു പല കാര്യങ്ങളും ചെയ്യുന്നതിനാണ് ഇവർ ഇതിനെ ആശ്രയിക്കുന്നത്. ഈ ഹോംവർക്കുകൾ ചെയ്യാനൊക്കെ ഇതിനെ ആശ്രയിക്കുന്നത് നല്ലത് തന്നെ. പക്ഷേ എക്സാം അതുകൊണ്ട് എഴുതാൻ പറ്റുമോ? പറ്റില്ല. അപ്പോൾ എപ്പോഴും അതിനെ ആശ്രയിക്കുന്നതിന് പകരം സ്വന്തമായ സർഗാത്മക ശേഷിയും ചിന്താശേഷിയും വളർത്തേണ്ടത് നമ്മുടെ കടമ തന്നെയല്ലേ? ശരി. പക്ഷേ ഈ ലോകത്തിന്റെ ഏത് കോണിലുള്ളവരുമായും ബന്ധം പുലർത്താനും മെസ്സേജുകൾ ചെയ്യാനും വീഡിയോ ഓഡിയോ കോളുകൾ ചെയ്യാനും ഒക്കെ സാധിക്കുന്നത് മൊബൈൽ ഉള്ളത് കൊണ്ട് തന്നെയാണ്. പിന്നെ സാമൂഹ്യ മാധ്യമങ്ങൾ വഴി എവിടെ നടക്കുന്ന ഏത് കാര്യമായാലും അപ്പോൾ അറിയാനും പുതിയ സുഹൃത്തുക്കളെ നേടാനൊക്കെ സാധിക്കും. എനിക്ക് തന്നെ അങ്ങനെ 3-4 കൂട്ടുകാരുണ്ട്. അതെ, അത് ശരി തന്നെയാണ്. പണ്ട് കാലങ്ങളിൽ നിന്ന് ഈ കാലഘട്ടത്തിലെത്തിയപ്പോൾ ആശയവിനിമയത്തിന്റെ ഗതിയും വേഗതയും വളരെയധികമായി കൂടിയിട്ടുണ്ട്. പക്ഷേ നീ പറഞ്ഞ ആ 3-4 ആളുകളെ നേരിട്ട് കണ്ടാൽ അതേ ആത്മവിശ്വാസത്തോടെ നിങ്ങൾക്ക് അവരുമായി സംസാരിക്കാൻ സാധിക്കുമോ? സംശയമാണ്. നിങ്ങൾക്ക് സാധിക്കുമോ? ഉത്തരമില്ലായ്മ ആത്മവിശ്വാസമില്ലായ്മയുടെ താരതമ്യമാണ്, അതിൻ്റെ പ്രകടനമാണ്. അപ്പോൾ ആത്മവിശ്വാസം അവരിൽ കുറയുകയാണ്. ഞങ്ങളുടെ പഠനപ്രകാരം LP-യിൽ നിന്ന് ഹൈസ്കൂളുകളിലേക്ക് എത്തുമ്പോൾ മൊബൈൽ ഫോണിന്റെ ഉപയോഗത്തിന്റെ അളവ് കൂടുന്നു. 1 മുതൽ 4 വരെയുള്ള ക്ലാസ്സുകളിൽ 70% കുട്ടികൾ 1 മണിക്കൂറിൽ താഴെയാണ് ഉപയോഗിച്ചിരുന്നത്. എന്നാൽ മുകളിലെ ക്ലാസ്സുകളിലേക്ക് എത്തുമ്പോൾ അത് വെറും 30% കുറയുന്നു. അപ്പോൾ ഇവർ മൊബൈൽ ഫോണിന്റെ ഉപയോഗം കൂടുന്നു. അതോടൊപ്പം ആത്മവിശ്വാസത്തിന്റെ അളവ് LP ക്ലാസ്സുകാർക്ക് വളരെ അധികമായിരുന്നു. എന്നാൽ UP-യിലേക്കും HS-ലേക്കും എത്തുമ്പോൾ താരതമ്യേന അവ കുറയുന്നതിനായി ഏകദേശം 15% കുറയുന്നതിനായി കണ്ടെത്തപ്പെട്ടിട്ടുണ്ട്. ഇത്തരത്തിൽ സഭാകമ്പമില്ലാതെ ഒരു വേദിയുടെ മുമ്പിൽ പ്രഭാഷണം അവതരിപ്പിക്കുന്നതിനോ മറ്റുള്ളവരോട് ചോദ്യങ്ങൾ ചോദിക്കുന്നതിനോ ചോദ്യത്തിന് മറുപടി പറയുന്നതിനോ ഈ കാലഘട്ടത്തിലെ പല കുട്ടികൾക്കും സാധിക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. അപ്പോൾ നീ പറഞ്ഞു വരുന്നത് മൊബൈൽ അമിതമായി ഉപയോഗിക്കുന്നത് ശാരീരിക മാനസിക പ്രശ്നങ്ങൾക്ക് വഴിയൊരുക്കുന്നുണ്ട് എന്നാണോ? അതെ, എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പഠനത്തിൽ പിന്നോക്കമാവുന്നതിനും ആത്മവിശ്വാസം കുറയുന്നതിനും സ്വഭാവത്തിൽ മാറ്റം വരുന്നതിനുമെല്ലാം മൊബൈൽ കാരണമാവുന്നുണ്ട് അല്ലേ? അതെ, കാരണം നമ്മുടെ ഓരോരുത്തരുടെയും സ്വഭാവത്തെ നിയന്ത്രിക്കുന്നതിന് ഇത്തരത്തിലുള്ള മൊബൈൽ ഫോണുകൾക്ക് വളരെയധികം സാധിക്കും. മിക്ക സമയങ്ങളിലും നമ്മുടെ ഒപ്പം മൊബൈൽ ഫോൺ ഉണ്ടാകും. ഒന്നെങ്കിൽ ഇൻസ്റ്റഗ്രാം, വാട്സപ്പ്, യൂട്യൂബ് ഇവയൊക്കെ നാം അതിലുള്ളത് തന്നെയാണ്. ഈ ഇൻസ്റ്റഗ്രാമിൽ ലൈക്ക്, ഷെയർ, മറ്റേ ഫോളോവേഴ്സ്, യൂട്യൂബിലാണെങ്കിൽ സബ്സ്ക്രൈബേഴ്സ്, ഇതൊന്നും കിട്ടാത്തതിന്റെ പേരിൽ ഒരുപാട് വിഷമിക്കുന്നവരെ ഇവിടെ ഇരിക്കുന്നുണ്ടാവും, ഉറപ്പാണ്. ഇത്തരത്തിൽ ലൈക്ക് കിട്ടിയില്ല, ഷെയർ ആയില്ല, ഇന്നില്ല എന്ന് പറഞ്ഞ് ഒട്ടനവധി ഡിപ്രഷൻ, ആൻസൈറ്റി തുടങ്ങിയവ അനുഭവിക്കുന്നവർ ഇവിടെ ഉണ്ട് എന്നത് തീർച്ച തന്നെയാണ്. ഇതിൽ ഇൻസ്റ്റഗ്രാം ഉപയോഗിക്കുന്നില്ല എന്ന് പറയുന്നവർ വളരെ പരിമിതമായിരിക്കും. അപ്പോൾ ഇതിൽ നിന്ന് വ്യക്തമാകുന്നത് അവരുടെ ജീവിതത്തെ, അവരുടെ ദൈനംദിന ജീവിതത്തെ ഇത് വളരെ അധികമായി ബാധിക്കുന്നുണ്ട് എന്ന് വ്യക്തമാക്കപ്പെടുന്നു. പക്ഷെ ഒരു കാര്യം എനിക്ക് തോന്നുന്നത്, ഇപ്പോൾ മാധ്യമങ്ങളിൽ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്നത് 5 വയസ്സിൽ താഴെയുള്ള കുട്ടികളാണെന്നാണ്. ദ ന്യൂ ടൈംസ് ഇന്ത്യ പുറപ്പെടുവിച്ച റിപ്പോർട്ട് പ്രകാരം 2 വയസ്സിൽ താഴെയുള്ള 89.1% കുട്ടികളും മൊബൈൽ ഉപയോഗിക്കുന്നവരാണ്. ഇവരിൽ പകുതിയിലധികം കുട്ടികളും, അതായത് 50%-ലധികം കുട്ടികളും അവരുടെ 1-ാം വയസ്സിന് മുൻപേ തന്നെ മൊബൈലുകളിൽ എത്തിപ്പെടുന്നു. ഇവരിൽ ഈ അമിത ഉപയോഗം എങ്ങനെ ബാധിക്കും? ഈ റിപ്പോർട്ട് കേട്ടല്ലോ, 2 വയസ്സിന് താഴെ 89.1%. നേരത്തെ പറഞ്ഞില്ലേ ഒരു ഓർഗനൈസേഷൻ, ഏതാത്? ഹെൽത്തുമായി ബന്ധപ്പെട്ടത്. അതെ, അവരുടെ ഒരു റിപ്പോർട്ടുകൾ പ്രകാരം അവർ പറയുന്നത് 2 വയസ്സിന് താഴെയുള്ള ഒരു കുട്ടികൾക്കും മൊബൈൽ ഫോൺ നൽകരുത് എന്ന് തന്നെയാണ്. ഇനി 3 വയസ്സിനും 5 വയസ്സിനും ഇടയ്ക്ക് വന്നാൽ പരമാവധി 1 മണിക്കൂർ, അത്യാവശ്യമാണെങ്കിൽ നൽകാം എന്നുകൂടി പറഞ്ഞു വെക്കുന്നു. ഇതോടൊപ്പം JAMA പുറത്തുവിട്ട റിപ്പോർട്ടുകൾ കൂടി കൂട്ടി വായിക്കുകയാണെങ്കിൽ ഇവരിൽ ഇതിന്റെ അമിതമായ ഉപയോഗം അവരുടെ സംസാരം വൈകുന്നതിനും ആപേക്ഷിക ശ്രദ്ധ എന്താണെന്നറിയോ? ഒരു കാര്യത്തിലുള്ള നമ്മുടെ ശ്രദ്ധ ഇപ്പോൾ അത് ഗോൾഡ് ഫിഷിനേക്കാൾ കുറവാണെന്നാണ് പറയുന്നത്. അത് കുറയുന്നതിനും കാരണമാകും എന്നുകൂടി പഠനങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് എന്താണ്? ഇതിൽ നിന്ന് നാം എന്തൊക്കെ മനസ്സിലാക്കണം? രക്ഷിതാക്കൾ, നിങ്ങൾ വേണം കുട്ടികളെ ശ്രദ്ധിക്കാൻ. കുട്ടികൾക്കറിയുമ്പോൾ മൊബൈൽ ഫോൺ എടുത്ത് നൽകുന്നു. അമ്മിഞ്ഞപ്പാലിനോടൊപ്പം മാതൃഭാഷ എന്ന് പറയും. ഇപ്പൊ അമ്മിഞ്ഞപ്പാലിനോടൊപ്പം മൊബൈൽ ഫോണാണ്. അതാണ് പ്രശ്നം. അമ്മിഞ്ഞപ്പാലിനോടൊപ്പം മൊബൈൽ ഫോണും കൂടി നൽകി കുട്ടികളെ അതായത് 1-ാം ജന്മദിനത്തിന് മുമ്പ് തന്നെ 50% കുട്ടികൾ മൊബൈൽ ഫോൺ കാണുന്നു എന്ന് പറയുന്നു. അതായത് അവരുടെ പോഷണമായി അവർക്ക് കിട്ടുന്നത് ഇന്ന് മൊബൈൽ ഫോണാണ്. പിന്നെ വളർന്നു വന്ന് നീ മൊബൈൽ ഉപയോഗിക്കണ്ടെന്ന് പറയാനുള്ള അധികാരം നിങ്ങൾക്കില്ല. ഉണ്ടോ? കുട്ടികളോടാണ് ചോദ്യം, ഉണ്ടോ ഇല്ലയോ? നീ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നുണ്ട്, പക്ഷെ എല്ലാവർക്കും ഒരുപോലെ മനസ്സിലാവണമെന്നില്ലല്ലോ. ഇത് മനസ്സിലാവാത്ത എത്ര പേരുണ്ടോ എന്ന് കൈവക്കാൻ പറ്റുമോ? അവിടെയാണ് കുട്ടികളാണുള്ളത്. നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന മൊബൈൽ ഫോൺ, അത് മാത്രമാണ് ഞാനിവിടെ പറഞ്ഞിട്ടുള്ളത്.
അതുമായി ചിന്തിച്ചാൽ, അതുമായി ബന്ധിപ്പിച്ച് ആലോചിച്ചാൽ നിങ്ങൾക്കത് മനസ്സിലാവും. രക്ഷിതാക്കളുടെ അധ്യാപകരുടെയും കാര്യം പറയണ്ട. അവർക്കറിയാം തങ്ങളുടെ കുട്ടികൾ, തങ്ങൾ പഠിപ്പിക്കുന്നവർ എത്രത്തോളമാണ് ഇവയെ സ്വാധീനിച്ചിരിക്കുന്നതെന്ന് വ്യക്തമാകും. ചിലരുടെ ഈ ഹോംവർക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ നോക്കുമ്പോൾ, ഷീറ്റ് നോക്കുമ്പോൾ മനസ്സിലാവും ഒരു ഗ്രാമർ എററും ഉണ്ടാവില്ല. എന്താ കത്തി അപ്പോൾ നമ്മളിതൊക്കെ കണക്ട് ചെയ്തുകൊണ്ട് നമ്മളുടെ ജീവിതത്തിലെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പ്രാവർത്തികമാക്കാൻ ശ്രമിക്കണം. രക്ഷിതാക്കൾ വിചാരിച്ചാലേ ഇത് നിർത്താൻ സാധിക്കും. മുളയിലേ നുള്ളുക എന്ന ചൊല്ലി ഇവിടെ പ്രാവർത്തികമാക്കേണ്ടത് അത്യാവശ്യ ഘടകമാണ്. അതുപോലെ സ്കൂളുകളിൽ PTAയുടെ നേതൃത്വത്തിൽ ഡിജിറ്റൽ മോണിറ്ററിംഗ് ക്ലബ്ബ് രൂപീകരിക്കുകയും വർഷത്തിൽ 4 തവണ ഈ ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ഈ വിഷയത്തെ ചൊല്ലി കുട്ടികൾക്ക് ഒരു ബോധവൽക്കരണം നൽകുകയും ചെയ്താൽ ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ നമുക്ക് കൊണ്ടുവരാം. ചെറിയ ചെറിയ മാറ്റങ്ങൾ മാത്രം കൊണ്ടുവരാൻ സാധിക്കും. വലിയ വലിയ മാറ്റങ്ങൾക്ക് ശ്രമിക്കണമെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞ ഈ രക്ഷിതാക്കളാണ് ചാലക ശക്തിയായി വർത്തിക്കേണ്ടത്. അതോടൊപ്പം തന്നെ സ്കൂളുകളിൽ സ്റ്റുഡൻറ് കൗൺസിലേഴ്സ് പല സ്കൂളുകളിലും ഉണ്ടാകണമെന്നില്ല, എങ്കിലും ചില സ്കൂളുകളിൽ അതുണ്ട്. സ്റ്റുഡൻസ് കൗൺസിലേഴ്സ് എന്ന് പറഞ്ഞ ഒരു സംഭവം, അതായത് കുട്ടികളുടെ അധ്യാപകരെക്കാൾ ഒരു പടി മുന്നിൽ കുട്ടികളെ പ്രതിസന്ധികളും പ്രശ്നങ്ങളും മനസ്സിലാക്കുകയും ബോധവൽക്കരിക്കുകയും ചെയ്യുന്ന ഒരു പരിപാടിയാണ് സ്റ്റുഡൻസ് കൗൺസിലേഴ്സ്. ഈ കഴിഞ്ഞ ജനുവരിയിൽ ഒരു 1012 കൗൺസിലേഴ്സിനെയും കൂടി നിയമിക്കാനുള്ള ഉത്തരവിന് വേണ്ടി ആലോചിക്കുന്നുണ്ട്. 50 കോടിയിലധികം റിക്രൂട്ട് ചെയ്തിട്ടുണ്ട്. എങ്കിലും 12,000-ഓളം സ്കൂളുകൾ നമ്മുടെ കേരളത്തിലുണ്ട്. അപ്പോൾ അത്രയധികം സ്കൂളുകൾക്ക് നമ്മൾ സ്റ്റുഡൻസ് കൗൺസിലേഴ്സിനെ നൽകിയാൽ അവർക്ക് കുട്ടികളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുന്നതിന് സാധിക്കും. അവരിവരുമായി അടുത്തിടപഴകുമ്പോൾ അവരുടെ ഓരോ ചെറിയ ചെറിയ പ്രശ്നങ്ങളും മനസ്സിലാക്കുന്നതിന് ഇവർക്ക് സാധിക്കുകയും അങ്ങനെ മൊബൈൽ ഫോൺ ഉപയോഗം കുറയ്ക്കുന്നതിനും സാധിക്കും. അതുകൂടാണ്ട് പഠിപ്പ് മാത്രമല്ല, പഠനം മാത്രമല്ല ഒരു വിദ്യാർത്ഥി ജീവിതം. ഇതുപോലെയുള്ള ഒരുപാട് വേദികളിലുള്ള പ്രസന്റേഷനുകൾ, മറ്റ് കായിക പ്രവൃത്തി പരിചയ മേളകൾ തുടങ്ങിയവയിലൊക്കെ പങ്കെടുക്കുക. സ്കൂളുകളിൽ ഇത്തരത്തിൽ അധ്യാപകരുടെ നേതൃത്വത്തിൽ പല പല പരിപാടികൾ ആസൂത്രണം ചെയ്യുക. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ മൊബൈൽ ഫോണിന്റെ വലയത്തിനുള്ളിൽ നിന്ന് പുറത്തു വരൂ. സാമൂഹ്യ മാധ്യമങ്ങൾ ഉപയോഗിക്കുന്നത് എന്തിനാണ്? ഉത്തരമില്ല. ആർക്കും ആത്മവിശ്വാസം ഇല്ലേ? പഠിക്കാൻ വേറെ ചുറ്റും നടക്കുന്നത് എന്താണെന്നറിയാം. ഇതൊക്കെ അവർ അറിയുന്നില്ല, അറിയാതെ പോവുകയാണ്. ഇതൊക്കെ അവർ അറിയാൻ വേണ്ടി സാമൂഹ്യ മാധ്യമങ്ങൾ ഉപയോഗിക്കുന്നു. പക്ഷേ സ്കൂളുകളിലെ പൊതുവേദികള്, സർഗാത്മക വേദികള് ഇവയൊക്കെ രൂപീകരിച്ച് ഇവയുമായി ബന്ധപ്പെട്ട അറിവുകൾ പരസ്പരം പങ്കുവെക്കാൻ തയ്യാറായാൽ ഒരു എക്കോസിസ്റ്റം അത് ബിൽഡ് ചെയ്യണം. അങ്ങനെ ബിൽഡ് ചെയ്താൽ മാത്രമേ ഇവർ മൊബൈലിന്റെ അടിമത്തത്തിൽ നിന്ന് പുറത്തു വന്ന് നല്ലൊരു ജീവിതത്തിലേക്ക് നല്ലൊരു കെട്ടിപ്പടുക്കുവാൻ സാധിക്കുകയുള്ളൂ. അല്ലാണ്ട് ഡിജിറ്റലിൽ ഒതുങ്ങിയ ഒരു രാഷ്ട്ര പുരോഗതിയല്ല, വളർച്ചയല്ല നമുക്ക് വേണ്ടത്. സാമൂഹിക ജീവിയായി വർത്തിക്കേണ്ടവനാണ് ഒരു മനുഷ്യൻ. അപ്പോൾ അതിനടിസ്ഥാനത്തിൽ വളരുവാൻ നമുക്ക് ഓരോരുത്തർക്കും ശ്രമിക്കാം. അതിനാൽ നമുക്ക് ഈ മൊബൈൽ അഡിക്ഷനെതിരെ ഒത്തൊരുമിക്കാം. വരും തലമുറകളെ മാനസിക സമ്മർദ്ദങ്ങളിലാക്കാതെ അറിവിന്റെ പാതയിൽ നേരിന്റെ വഴികളിൽ അടിപതരാതെ നമുക്ക് മുന്നേറാം. നന്ദി, നമസ്കാരം. താങ്ക് യു ടീം മുല്ലശ്ശേരി. ഇതൊരു വളരെ നല്ല ഒരു പ്രസന്റേഷൻ ആയിരുന്നു അല്ലേ? ഒരു നല്ല കൈയടി കൊടുക്കണ്ടേ? ക്വസ്റ്റ്യൻസ് നിങ്ങൾ നന്നായി അവതരിപ്പിച്ചു. നിങ്ങൾ പറഞ്ഞത് പ്രകാരമാണെങ്കിൽ ആത്മവിശ്വാസത്തോടെ അവതരിപ്പിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ മൊബൈൽ ഫോൺ തൊട്ടിട്ടേ ഇല്ല എന്നാണ് മനസ്സിലാവുന്നത്. ഇല്ല, അങ്ങനെയല്ല. ഞങ്ങൾ പറഞ്ഞു വന്നതിന്റെ പ്രധാന അന്തസത്ത എന്ന് പറയുന്നത് മൊബൈൽ ഫോൺ ഉപയോഗിക്കണം. മൊബൈൽ ഫോൺ ആവശ്യമാണ്, പക്ഷെ നല്ല കാര്യങ്ങൾക്ക് നല്ല രീതിക്ക് ഉപയോഗിക്കാം. അഡിക്ഷൻ ആവരുത്, അതാണ് പറഞ്ഞു വന്നത്. ആ പോയിന്റ് വന്നില്ലെന്നു. അതായത് എല്ലാ പ്രസ്താവനകളെയും ഞങ്ങൾ പ്രതികൂലിക്കുന്നില്ല. ശരി. അപ്പോൾ എന്ത് സാധനമാണെങ്കിലും നമ്മൾ വിവേചനപൂർണ്ണം ഉപയോഗിക്കണം, അല്ലെങ്കിൽ അപകടമാണ്. വെള്ളം നമ്മൾ അമിതമായി കുടിച്ചാൽ പോലും നമ്മൾ മരിച്ചു പോകും. കത്തി സൂക്ഷിച്ച് ഉപയോഗിച്ചില്ലെങ്കിൽ കൈമുറിയും. എന്ന് വെച്ചാൽ കത്തി നിരോധിക്കാൻ പറ്റില്ല. കുട്ടികൾ ഒരുപാട് മുങ്ങി മരിക്കുന്നുണ്ടെന്ന് കരുതി നദികളും കുളങ്ങളും വറ്റിക്കാൻ പറ്റില്ല. റോഡ് ആക്സിഡൻറ്റ്സ് ധാരാളം നടക്കുന്നുണ്ട്, 4000-ലധികം ആൾ മരിക്കുന്നുണ്ടെന്ന് കരുതി വാഹനങ്ങൾ ഒഴിവാക്കാൻ പറ്റില്ല. അതുപോലെ തന്നെയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ വിവേചനപൂർണ്ണമായിട്ടാണ് ഇത് ഉപയോഗിക്കേണ്ടത് എന്ന പോയിൻ്റായിരുന്നു കുറച്ചുകൂടെ ഹൈലൈറ്റ് ചെയ്യേണ്ടത്. ഒന്നത് ഇത് പറഞ്ഞു വന്നപ്പോൾ അതിൻ്റെ ഒരു ഫോക്കസ് ചെകുത്താനാണ്, അപകടകാരിയാണ് എന്നുള്ളതിൽ കുറച്ച് ഊന്നിപ്പോയതുകൊണ്ടായിരിക്കാം അങ്ങനെ ഒരു തോന്നൽ വന്നത്. മോൻ അവസാനം പറഞ്ഞത് കറക്റ്റാണ്. അതിലേക്കായിരിക്കണം എത്തേണ്ടതെന്നാണ് നമുക്ക് തോന്നുന്നത്. ഒരു കാര്യം അത്. രണ്ടാമത്തെ കാര്യം അഡിക്ഷൻ എന്ന് പറയുന്ന വാക്കാണ്. നിങ്ങളത് പരിശോധിച്ചിട്ട് ഉപയോഗിച്ചതാണോ എന്ന് നോക്കുന്നത് നല്ലതാണ്. അഡിക്ഷൻ എന്ന് പറയുന്നത് ഒരു ലോഡഡ് വേർഡാണ്. ശരിക്കും അഡിക്ഷനാണോ, എന്താണ് അഡിക്ഷൻ്റെ സൂചനകൾ, അങ്ങനെ അഡിക്റ്റഡ് ആയിട്ടുള്ള എത്ര കുട്ടികളുണ്ട്,
അതോ ഡിപ്പെൻഡൻസി ആണോ, ആശ്രിതത്വമാണോ, അതുപോലെ ടൈമാണോ പ്രശ്നം? ഇതിലൊക്കെ നിങ്ങൾ ഈ പറഞ്ഞ സംഘടനകളിലൊക്കെ പഠനങ്ങളിൽ കുറേ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. മുമ്പ് ടൈമാണ് പറഞ്ഞതെങ്കിൽ ഇപ്പോൾ എന്തിനുപയോഗിക്കുന്നു എന്നുള്ളതാണ്, പർപ്പസാണ് പ്രധാനമായിട്ട് നോക്കുന്നത്. ഇപ്പം നേരത്തെ ഇവിടുന്ന് കുട്ടികൾ പറഞ്ഞില്ലേ, സോഷ്യൽ മീഡിയ പഠിക്കാൻ വേണ്ടിയിട്ടും ചുറ്റും നടക്കുന്ന അറിയാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. ശരിയാണ്. കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ അറിയേണ്ട ഒരു കാര്യം, ഡിജിറ്റൽ നേറ്റീവ്സായി വന്ന ആദ്യത്തെ തലമുറയാണ് ജെൻസി അല്ലേ? നിങ്ങൾക്ക് മുമ്പ് അവരാണ് 12 രാജ്യങ്ങളിൽ ജെൻസി കലാപം നടന്നത്. അപ്പോൾ ആ ജെൻസി കലാപം നടന്നു പറഞ്ഞാൽ അവർ നെപ്പോട്ടിസം എന്ന് വെച്ചാൽ സ്വജനപക്ഷപാതം കാണിക്കുന്ന ഭരണകൂടത്തെ താഴെ ഇറക്കി ഈ കുട്ടികൾ കലാപം നടത്തി. അപ്പോൾ അവർക്ക് സാമൂഹ്യബോധം രാഷ്ട്രീയബോധം ഇല്ലായിരുന്നെങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് സൗത്ത് ഏഷ്യയിലെ നമ്മൾക്ക് അയൽവക്കുള്ള നേപ്പാൾ, ശ്രീലങ്ക, ഇന്തോനേഷ്യ തുടങ്ങിയ ഫിലിപ്പീൻസ്, ടർക്കി വരെയുള്ള രാജ്യങ്ങളിൽ ഈ കലാപം കുട്ടികളുടെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ ജെൻസി തലമുറ നടക്കില്ലായിരുന്നു. നമ്മുടെ നാട്ടിലും ഫ്ലഡും പകർച്ചവ്യാധികളൊക്കെ ഉണ്ടായപ്പോൾ നമ്മൾ സാമൂഹ്യബോധം ഇല്ല എന്ന് പറഞ്ഞ കുട്ടികളാണ് ഇതിനകത്തൊക്കെ വന്നത്. അപ്പോൾ അങ്ങനെ ഒരുപാട് തെളിവുകളുണ്ട്. യുവജനോത്സവത്തിൽ ഗസലിൽ 1ാം സ്ഥാനം കിട്ടിയ കുട്ടിയോട് ആരാണ് ഗുരു എന്ന് പത്രക്കാരെ ചോദിച്ചപ്പോൾ കുട്ടി പറഞ്ഞത് യൂട്യൂബ് എന്നാണ്. അപ്പോൾ അങ്ങനെയുള്ള എല്ലാ സാധ്യതകളുമുള്ള ഒരു ആധുനിക ഉപകരണത്തെ വിവേചനപൂർവ്വം ഉപയോഗിക്കുക എന്ന പോയിന്റിൽ ഊന്നിയിട്ട് അതിനു വേണ്ട ഡാറ്റകൾ കളക്ട് ചെയ്ത് അവതരിപ്പിക്കുന്ന തരത്തിലേക്ക് മാറ്റിയാൽ കൊള്ളാം. ഇത് വളരെ മോശം, എന്തോ അപകടം എന്നുള്ള ഒരു ഫോക്കസ് വന്നത് നിങ്ങൾ പഠനത്തിൽ നിന്ന് കിട്ടിയതാണോ അതോ നമ്മുടെ ഒരു മുൻധാരണ വെച്ച് വന്നതാണോ? പഠനത്തില് മീൻസ് ഒരുപാടധികം കുട്ടികളും അമിത സമയം മൊബൈലിൽ ചെലവഴിക്കുന്നുണ്ട്. അല്ലെ, അമിത സമയം എന്ന് പറയുന്നതാണ് പ്രശ്നം. സമയമല്ല എന്തിനുപയോഗിക്കുന്നു. ഒരു കുട്ടി ഗവേഷണത്തിനാണ് ഉപയോഗിക്കുന്നതെങ്കിൽ, ഇപ്പോൾ ഒരു ഗൂഗിൾ ലെൻസ് നിനക്ക് ഉപയോഗിച്ചിട്ട് അറിയാത്ത ചെടികളെ കുറിച്ചിട്ടൊക്കെ പഠിക്കാം. അപ്പോൾ ചിലപ്പോൾ സമയം കൂടുതലെടുക്കും. അല്ലെങ്കിൽ ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഗസൽ പഠിക്കാൻ വേണ്ടി ഒരു കുട്ടി ഉപയോഗിച്ചു. ടൈമല്ല പ്രശ്നം, സമയമല്ല പ്രശ്നം. നിങ്ങൾ പറഞ്ഞ റിപ്പോർട്ടുകൾ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം. പല റിപ്പോർട്ടുകളും പറഞ്ഞത് പത്രവാർത്തയൊക്കെയാണ്. ഒരു പത്രത്തിനും സയൻസ് ഡെസ്ക് ഇല്ല. പത്രങ്ങളിൽ വരുന്ന വാർത്തകൾ സയൻസ് ആണെന്ന് കരുതരുത്. അത് റെഫറൻസിന് വേണ്ടി അങ്ങനെ വേണ്ടി കോട്ട് ചെയ്യും, പക്ഷേ അത് ആധികാരികമല്ല. നിങ്ങൾ പറഞ്ഞ മറ്റ് ഓർഗനൈസേഷൻസിൻ്റെയൊക്കെ മുൻപ് വന്ന റിപ്പോർട്ടുകളല്ല ഇപ്പോൾ വരുന്നത്. അങ്ങനെ കുറച്ച് മാറ്റമുണ്ട്. അപ്പോൾ റെഫറൻസുകൾ ഒന്നുകൂടി ഒന്ന് പരിശോധിക്കണം എന്നുള്ളതാണ് പറയുന്നത്. അതായത് കുട്ടികളിലെ നമ്മൾ പഠനം മാത്രമായിട്ട് പല കുട്ടികളും ഉപയോഗിക്കുന്നില്ല, ഒരു മിക്സഡ് ആയിട്ടാണ് ഉപയോഗിക്കുന്നത്. അതിൻ്റെ ഡാറ്റ അനുസരിച്ച് 42% കുട്ടികൾ പഠനത്തിന് ഉപയോഗിക്കുന്നുണ്ട്. അതിൻ്റെ പാരലായിട്ട് നോക്കുമ്പോൾ 66, 46 സംതിങ് കുട്ടികൾ മറ്റു പല ഗെയിമിങ്, സോഷ്യൽ മീഡിയ തുടങ്ങിയ കാര്യങ്ങൾക്ക് മൊബൈൽ ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പോൾ സോഷ്യൽ മീഡിയകളെ പറ്റി പറഞ്ഞല്ലോ. ഈ സോഷ്യൽ മീഡിയയിൽ ഓൺലൈൻ പ്രെഡേറ്റേഴ്സ്, സൈബർ ബുള്ളീസ്, പിന്നെ ഫിഷിങ്, പല പല മാൽവെയറുകളുണ്ട്. അപ്പം ഒരു കുട്ടി ഒരുപാട് സോഷ്യൽ മീഡിയ ഉണ്ടെന്ന് വിചാരിക്കുക, അവൻ്റെ പാരൻസിന് അവനെ എങ്ങനെ കൺട്രോൾ ചെയ്യാൻ പറ്റും? അതായത് ജസ്റ്റ് പറഞ്ഞാൽ ഒരിക്കലും കേൾക്കില്ല, ടീനേജ് ആണ്, അഡോളസൻസ് ആണ്, റിബല്യസ് ആവും. അതിനെന്തെങ്കിലും മാർഗം സജസ്റ്റ് ചെയ്യാമോ? അതായത് നമുക്ക് പാരൻറ്റിങ് കൺട്രോൾ എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷൻ ഉണ്ട്. അത് വെച്ച് കുട്ടികളുടെ മൊബൈൽ ഫോൺ യൂസേജ്, യൂസിങ് ടൈം തുടങ്ങിയവയൊക്കെ ലിമിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പാരൻസിന് പറ്റും. പിന്നെ അത് ഇൻസ്റ്റാൾ ചെയ്തുള്ള ഡിവൈസ് ഒരു കാരണവശാലും ഡിലീറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അത് നല്ലൊരു മാർഗ്ഗമാണ് പാരൻസിന് കൺട്രോൾ ചെയ്യാൻ. പക്ഷേ ഈ കാലഘട്ടത്തിൽ കുട്ടികൾ പാരൻസിനെ ഔട്ട്സ്മാർട്ട് ചെയ്യാണ്. അത് അങ്ങനത്തെ ഒരു പ്രശ്നം കൂടിയുണ്ട്. നിങ്ങൾ നേരത്തെ പറഞ്ഞല്ലോ യു പിയിൽ നിന്ന് അഥവാ മിഡിൽ സ്കൂളിൽ നിന്ന് ഹൈസ്കൂളിലേക്ക് പോകുമ്പോൾ ഫോൺ യൂസ് കൂടുന്നു. ഫോൺ യൂസ് എത്ര % കൂടുന്നു പറഞ്ഞിട്ടുണ്ട്? എത്ര? മിഡിൽ സ്കൂളിൽ നിന്ന് ഹൈസ്കൂളിലേക്ക് പോകുമ്പോൾ, എൽ പിയിൽ നിന്ന് ഹൈസ്കൂളിലേക്ക് പോകുമ്പോൾ % കൂടുന്നുണ്ട്. ഓക്കെ, അതായത് എൽ പിയിൽ പറയുമ്പോൾ മനസ്സിലായി. എൽ പിയിൽ പറയുമ്പോൾ നമുക്ക് 2 മണിക്കൂർ, അതായത് 1 മണിക്കൂറിൽ കൂടുതൽ ഉപയോഗിക്കുന്നവരെ 30% ഉള്ളൂ. പക്ഷെ അത് യു പി ഹൈസ്കൂളും സെയിം ലെവലിലാണ് ഗ്രാഫ് കിട്ടിയിട്ടുള്ളത്, സെയിം ലെവലിലാണ് ഡാറ്റ വന്നിട്ടുള്ളത്. അപ്പോൾ അവിടേക്ക് എത്തുമ്പോൾ നമ്മൾ 30 മാറിയത് 60 ആവുകയാണ്, 60 70 ആവുന്നുണ്ട്, നല്ല ഇൻക്രീസ് വരുന്നുണ്ട്. ആ ഗ്രാഫിൻ്റെ ഡേറ്റ നിങ്ങൾക്ക് എവിടെ നിന്നാണ് കിട്ടിയത്? ഞങ്ങൾ നടത്തിയ സർവേയിൽ നിന്ന്. സർവേ മീൻസ് ഓരോ ക്ലാസ്സുകളിലും ചെന്ന് ക്വസ്റ്റ്യനെയർ പോലെ ചോദിച്ച് ഉത്തരം. സ്കൂളും അത് നടത്തിയിട്ടുണ്ടായിരുന്നു. കുട്ടികളോട്. ഓക്കെ. ഓക്കെ, നിങ്ങൾ സർവേ നടത്തിയെന്ന് പറഞ്ഞല്ലോ.
അതിൽ എത്ര ഇതിനകത്ത് ചോദ്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല. മലയാളത്തിലായിരുന്നോ ചോദ്യങ്ങൾ, ഇംഗ്ലീഷിലായിരുന്നോ ചോദ്യങ്ങൾ? മലയാളത്തിൽ. ആ ചോദ്യങ്ങൾ ഏതൊക്കെയാണെന്ന് ഓർമ്മയുണ്ടോ? ആ ചോദ്യങ്ങൾ നിങ്ങൾ മെയിനായിട്ട് ഉപയോഗിക്കുന്ന സോഷ്യൽ മീഡിയ എന്തിനാണ് ഉപയോഗിക്കുന്നത്, പിന്നെ ഉപയോഗിക്കുന്ന ആപ്പുകൾ, ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ആപ്പുകൾ, എത്ര സമയം മൊബൈൽ ഉപയോഗിക്കുന്നുണ്ട്. അത് അതിൽ ഓരോ ഗ്രാഫിൻ്റെയും ഹെഡ്ലൈനായിട്ട് ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. അതിൽ 4 ഗ്രാഫ് ഉണ്ടാവും ടോട്ടല്. ഫസ്റ്റ് ഗ്രാഫ് കമ്പൈൻഡ്, അതായത് LP UP HS ഒരുമിച്ചുള്ള ഗ്രാഫ്. സെക്കൻഡ് ഗ്രാഫ് LP, പിന്നെ തേർഡ് ഗ്രാഫ് UP, പിന്നെ HS. മോൻ കമ്പ്യൂട്ടർ ഗെയിംസ് കളിക്കാറുണ്ടോ? കമ്പ്യൂട്ടർ ഗെയിംസ് കളിക്കാറുണ്ടോ? ഒന്നും കളിക്കാറില്ല. ഗെയിംസ് യൂസ് ചെയ്യാറില്ല. അപ്പോൾ ഗെയിംസ് കളിക്കുന്നത് മോശമാണെന്ന് തോന്നുന്നുണ്ടോ? ഗെയിംസ് ചില നല്ല ഗെയിംസ് ഇല്ലേ, ഗെയിം കളിക്കുന്നതുകൊണ്ടും കുറെ സ്കില്ലുകളൊക്കെ ഉണ്ടാവില്ലേ കുട്ടികൾക്ക്? അല്ല, ഗെയിംസ് കളിക്കുന്നതുകൊണ്ട് സ്കിൽ ഉണ്ടാവും, പക്ഷെ അത് അഡിക്ഷൻ രീതിയിലാവരുത്. മീൻസ് ഒരു ലിമിറ്റ് വെച്ച് കളിച്ചു കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല. ഗെയിംസ് നമുക്ക് എന്റർടൈനിങ് ആണ്, സ്ട്രെസ് കുറച്ച് കുറയ്ക്കും, പക്ഷെ അത് ഓവർ യൂസ് ചെയ്യണതാണ് പ്രശ്നം. അപ്പോൾ ഈ ഗെയിമുകളിൽ തന്നെ നല്ല ഗെയിംസ്, മോശം ഗെയിംസ് അങ്ങനെ പറയാൻ പറ്റുമോ? നല്ല ഗെയിംസ്, അതായത് ഇപ്പോൾ ബ്രെയിൻ ഗെയിംസ് ഉണ്ട്, അതൊക്കെ അമിതമായാൽ അമൃതവും വിഷം. അപ്പോൾ ഒരു ലിമിറ്റ്. ഒരു ദിവസം എത്ര മണിക്കൂർ ഗെയിമൊക്കെ ആവാം ഒരു അഭിപ്രായത്തിൽ എന്താണ്? അതായത് ഒരു അഭിപ്രായം വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഓരോ കുട്ടികളുടെയും സ്ഥിതി അനുസരിച്ചിരിക്കും. ഒരു അറൗണ്ട് ഒരു അരമണിക്കൂർ ഗെയിം കളിക്കാം, ഉപയോഗിക്കാം. നിർബന്ധമില്ല, വേണമെങ്കിൽ വെച്ചാൽ മതി. എന്നാലും നമ്മള്. അപ്പോൾ നിങ്ങൾ എത്ര പേര് സർവേ നടത്തി? ഞങ്ങൾ 937 പേര്. അപ്പോൾ ഗെയിം മോശമാണോ നല്ലതാണെന്ന് അറിയാൻ നിങ്ങളുടെ സർവേയിൽ ചോദ്യങ്ങളൊന്നും ഇല്ലല്ലോ. ഇത്ര നേരം ഗെയിം കളിച്ചോ എന്ന ചോദ്യം മാത്രമേ ഉള്ളൂ. ഗെയിം കൊണ്ട് പ്രയോജനം ഉണ്ടോ അല്ലെങ്കിൽ മോശമാണോ എന്നുള്ളത് നിങ്ങൾ അറിയണത് നിങ്ങളുടെ സർവേ വഴിയാണോ? ഗെയിമുകൾ മോശമല്ല, നമ്മൾ പുറമേ നിന്ന് റെഫറൻസ് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഗെയിം അഡിക്ഷൻ ഉണ്ട്. ഒരു ഗെയിം അഡിക്ഷൻ എന്ന് പറയുന്നത് എത്ര നേരം കളിക്കുമ്പോഴാണ് ഗെയിം അഡിക്ഷൻ എന്ന് പറയുക? അത് മീൻസ് അത് ആ സ്വഭാവം അനുസരിച്ചിരിക്കും. അഡിക്റ്റീവായിട്ടുള്ള തരത്തിൽ മീൻസ് അവർക്ക് ഗെയിം ഇല്ലാതെ പറ്റില്ല ചിലർക്ക്. അങ്ങനെയാണ്, ടൈം മാത്രം നമ്മൾ നോക്കുന്നില്ല. അത് നമ്മൾ ഇന്ത്യൻ പീഡിയാട്രിക് സർവേ അതിൽ വന്ന റിപ്പോർട്ടാണ്. 15% ഓക്കെ, ശരി, കഴിഞ്ഞു. നല്ല പ്രസൻറ്റേഷൻ, താങ്ക്സ്. ഒരു കാര്യം കൂടി കൂട്ടിച്ചേർക്കാനുള്ളത്, നമ്മൾ ഈ മൊബൈൽ ഉപയോഗിക്കുന്നതിന് പകരം ഒന്ന് പുറത്തിറങ്ങി ഒന്ന് മറ്റുള്ളവരുമായിട്ടൊന്ന് ബന്ധപ്പെടാൻ ശ്രമിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു നല്ല സാമൂഹിക ജീവിയായിട്ട് നമുക്ക് വളരാൻ സാധിക്കും. അതുകൂടി ഞാനൊന്ന് കൂട്ടിച്ചേർക്കാണ്. അപ്പോൾ നന്ദി.